ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ പറയണേ. ആദ്യം തന്നെ ഒരു പാന് അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ പനീർ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര വലുപ്പം വേണം അതിനനുസരിച്ച് കട്ട് ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഈ പനീർ നമ്മൾ ഇങ്ങനെ കുക്ക് ചെയ്യാനൊന്നും ഇല്ലല്ലോ, ഭയങ്കര സോഫ്റ്റ് ആണല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 തക്കാളി, പിന്നെ കാഷ്യൂ നട്ട് ഇല്ലേ, അതും കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അടിച്ച് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതാ നമ്മുടെ ഈ പനീർ ഒന്ന് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് 2 വലിയുള്ളി ചെറുതാക്കി കട്ട് ചെയ്തതും, പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയില്ലേ അത് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ പനീർ എടുത്ത് കഴിഞ്ഞതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ ഒരു ചെറിയ പീസ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, വലിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിൽ അടിച്ച് വെച്ചിട്ടില്ലേ അതുകൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു കറി, കാരണം ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. ഞാൻ പൊതുവേ പെട്ടെന്ന് ലേറ്റൊക്കെ ആയി എണീക്കാന്നുണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കുന്ന ഒരു കറിയാണിത്. കാരണം ഇത് വേഗം ഉണ്ടാക്കി കഴിയും, നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ഇല്ലേ, അതാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കളർ ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ സാധാ മുളക് പൊടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ ബട്ടർ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്, ബട്ടറിൻ്റെ ഫ്ലേവർ മുന്നിൽ നിൽക്കണം, അപ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച പനീറില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ വീഡിയോ കാണുമ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ പനീർ ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് കസൂരി മേത്തി ഇല്ലേ അത് കുറച്ച് തോന ഇട്ട് കൊടുക്കണം കേട്ടോ. അതുകൂടെ അവസാനം ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടെ എരിവ് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ ലൂസാക്കണമെങ്കിൽ അങ്ങനെ ലൂസാക്കി എടുക്കാം. തിക്കാക്കണമെങ്കിൽ തിക്കാക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ലാസ്റ്റ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇതെന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് ഒക്കെപ്പാടി ഒന്ന് മിക്സ് ആവട്ടെ. അതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഭയങ്കര ഈസിയാണ് ഈ കറി ഉണ്ടാക്കാൻ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാനിത് ഓഫാക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കറി റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ പറയണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.